നമ്മളിപ്പോൾ ഉള്ള തുംഗഭദ്ര ഡാമിൻ്റെ അവിടെ കേട്ടോ. തുംഗഭദ്ര ഡാമിൻ്റെ അതിൻ്റെ തുംഗഭദ്ര ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി പോകുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം ആ ലൈറ്റ് കാണുന്നതാണ് തുംഗഭദ്ര ഡാം. ഭയങ്കര പടുകുറ്റൻ ഡാമാട്ടോ. ഇങ്ങനെ കാണിക്കും പടുകുറ്റൻ ഡാമാട്ടോ. അറിയത്തില്ല, നോക്കാം. ഒരു കാര്യം ചെയ്യും, ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാനും എന്തെങ്കിലും കട എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പതിയപ്പോ പച്ചക്കറി ഇവിടെയൊക്കെ കടയിൽ അവിടെ ഉണ്ടായിരുന്നാടാ. ഇവിടെ എല്ലാം അടച്ചിട്ടേക്കാണ്. എല്ലാവരും അടച്ചു. അധികം കൊടുക്കണ്ട, അപ്പം പെട്ടെന്ന് ഇതാവും. 10 ഇതിൻ്റെ കുറയ്ക്കടാ, കുറയ്ക്കുക. 5ാമത്തെ ഗിയറല്ലേ പോകുന്നത്, 10 കയറിയാൽ മതി. കയറ്റമായിരുന്നു. ലോക്കലിലോട്ടിട്ട് പെട്ടേന്ന് പോകും, സ്പീഡ് കയറ്റി അങ്ങ് പോകും. ആ കയറ്റം ചവിട്ടിക്ക് അടിച്ച് പാടയ്ക്ക്. ഈ കയറ്റം നമുക്ക് വിട്ടു പോകണം, അല്ലെങ്കിൽ ഗിയർ നീ ഡൗൺ ചെയ്യേണ്ടി വരും. അങ്ങ് വരെ ഫുള്ള് കയറ്റമാണ്. നല്ല കയറ്റം വരുന്നത്. കാല് കൊടുത്ത് പോകും. അതിന് അടുത്ത ഗിയറിട. നല്ല കയറ്റമല്ല, അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ. പക്ഷെ അത് നമ്മൾ ഗിയർ ഒത്തിരി ഡൗൺ ചെയ്യേണ്ടി വരും. മാറണ്ട, അങ്ങ് പൊക്കോളൂ. ന്യൂട്രാക്കണ്ട ആക്കണ്ട. പോട്ടെ ഇറക്കമല്ലേ, പോട്ടെ.
പോകുന്നവർക്ക് വേണേ ഒന്ന് പേടിപ്പിക്കാം നമുക്ക്. നേരെ അങ്ങ് പോട്ടെ, ഒന്ന് ചങ്കിടിക്കും. റൈറ്റ് റൈറ്റ് റൈറ്റ്, പോടാ പോടാ. ഇതാണ് അവസ്ഥ. ഓരോ വീട് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കി, കണ്ടോ? പോട്ടെ. ഇനിയിപ്പോൾ നമ്മളൊരു ടണലിലേക്കാണ് കയറാൻ വന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ടണൽ കയറിയിരുന്നു, അങ്ങോട്ട് ഇറക്കോ കേട്ടോടാ. ആ റൈറ്റ് സൈഡ് ചേർന്ന് നടുക്ക് പൊക്കോ, നടുക്ക് പിടിച്ച് പൊക്കോ. ഇതൊരുമാതിരി വൃത്തികെട്ട ഇറക്കമാണേ. നമ്മൾ അവിടെ ചെല്ലുമ്പം പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം കേട്ടോ. ചെന്നങ്ങ് ഈ ടണൽ തീരുമ്പോൾ പെട്ടെന്ന് റൈറ്റിലേക്ക് തിരിയാനുണ്ട്, അതുകൊണ്ട് നോക്കി പോകണം. ഇതാണ് ടണൽ. നമ്മൾ കയറുവാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കയറിയിരുന്നു, പക്ഷെ കാണാത്തവർക്കായിട്ട് ഒറ്റ ഹോണടിച്ചടാ. മതിയോ? കൊച്ചോറ മതിയെന്ന് ഒന്നുകൂടെ. ഫ്രണ്ട് ഇരുന്ന് പെൺകൊച്ചു പറയാ മതിയെന്ന്. അവര് ഭയങ്കര കൂവിച്ച. ഇതാണ് തുംഗഭദ്ര ഡാമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. തുംഗഭദ്ര ഡാമാണ്. അതിന്റെ വലിപ്പം കടല് പോലെയാണ് ഈ കിടക്കുന്നത്. നീ ഇത് കണ്ടില്ലായിരുന്നല്ലോ അല്ലേ? നല്ല കാറ്റുള്ള സമയമാണ്. അപ്പം കടലിലെ തിരമാല എങ്ങനെ അടിക്കുമോ അതുപോലെ ഇട്ട് ഓളം തള്ളിക്കൊണ്ടേയിരിക്കും. കടല് പോലെ കിടക്കുന്നത് കണ്ടോ? ഒന്ന് നോക്കിയേ, കണ്ടോ? കണ്ടോ? അക്കരെ നമുക്ക് കാണാൻ പറ്റൂല. കടല് തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഇട്ടിരുന്നു. അപ്പം അതിന്റെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്പുറത്ത് ഇതവിടെ ഒരു ചായ കുടിക്കാൻ ഒരു സൗകര്യമുണ്ട്, നമുക്ക് അവിടെ നിർത്താം. എന്നിട്ട് കണ്ടിട്ട് ഒരു ചായ കുടിക്കാൻ സൗകര്യമുണ്ട്, അവിടെ നിർത്താം. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി അനീഷ് വണ്ടിയെല്ലാം ലോക്ക് ചെയ്യുവാണ്. നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ കടയുണ്ടെന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ചായ കുടിച്ച് അത് പോയി കണ്ടിട്ട് വരാം. കാണിക്കാം, നിങ്ങളെ കാണിച്ചു തരാം. രാത്രി കാഴ്ച കാണിക്കാം. പകൽ കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ രാത്രി കാഴ്ചയും കൂടെ കാണിക്കാം. നമുക്ക് കടൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയത്. അപ്പം നമ്മൾ ഇടുക്കിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും കര കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ കാണാൻ പറ്റും. കരയെന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങേയറ്റത്തെ എവിടെയോ 2 ലൈറ്റ് തെളിഞ്ഞിരിക്കുന്ന അല്ലാതെ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. അത്രയും ദൂരത്തിലാണ്, കിലോമീറ്ററോളം കിടക്കുന്ന. നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കാണാൻ പറ്റും തുംഗഭദ്രയുടെ വ്യാപ്തി എത്രയാണ്. ഭയങ്കര വലിയൊരു ഡാമാണ്. നമ്മൾ പോകുന്നത് ഇപ്പോൾ ഹംപി എക്സ്പ്രസ് ഹൈവേ ലിമിറ്റഡ്, ഹംപി എക്സ്പ്രസ് വേയിലൂടെയാണ് കേട്ടോ ഹംപിയിലേക്കുള്ള. അപ്പോൾ അതിലാണ് പോകുന്നത്. ചുറ്റുപാടും കണ്ടോ മലകളാലാണ്, അതിന് ചുറ്റും കാറ്റാടിപ്പാടങ്ങൾ, നല്ല കാറ്റുള്ള ഏരിയയും കൂടെ കേട്ടോ ഇവിടെ. ഇത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച ഉണ്ടല്ലോ, കടലിൽ നമ്മൾ തിരമാല കയറുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞിരുന്നു നല്ല കാറ്റുള്ള സമയത്ത് അലകൾ അടിച്ച് കയറി വരുന്നു. കണ്ടോ? എനിക്ക് അത് കടൽ മാറി നിൽക്കുക, അതുപോലെയാണ്, വേലിയേറ്റം പോലെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പം ഇതിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതുണ്ടോ അവിടെ അതിൻ്റെ നടുക്കോട്ട് എന്തോ ഇറങ്ങി നിൽക്കുന്നതാണ്, വെള്ളം എടുക്കുന്നതിനോ എന്തിനോ, അതാണ് സംഭവം.
പക്ഷേ അതിൻ്റെ അപ്പുറം അങ്ങ് ദൂരെ നമുക്കൊരു ബോട്ടുകളുടെയൊക്കെ ലൈറ്റ് തെളിയുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെ ഇവിടെ ഒന്നുമില്ല. ആ കാണുന്നതാണ് ഡാമിൻ്റെ ഭാഗങ്ങളാട്ടോ. അവിടെയാണ് ഡാമിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ വരുന്നത്. ബാക്കി നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, എന്താ പറയുക, ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ സത്യം, നീ ചിന്തിച്ചു നോക്കി ഇതിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന്. ഇങ്ങനെ തിരകൾ അടിച്ച് കയറണമെന്ന് നീ എവിടെ ഏതെങ്കിലും ഡാമിൽ കണ്ടിട്ടുണ്ടോ ഇതുപോലെ? എന്നെ ശക്തിയിലാണ് വരുന്നത്. അത് ഇത്രയും കാറ്റുള്ളതുകൊണ്ടാട്ടോ. ഓക്കെ, ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ്, നല്ല കാറ്റ്. ഞാനുണ്ട്, ഇതുണ്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. ലൈറ്റ് കുറവാണ് വെച്ചാൽ ഇരുട്ടായല്ലോ. പിന്നെ ആൾക്കാരുണ്ട്. നമ്മളെ വണ്ടി അവിടെയാണ് നിർത്തിയേക്കുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. വിറയ്ക്കുന്നു ഇല്ലടാ, വിറയ്ക്കുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ശരി, ഞങ്ങൾ എന്നാൽ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞു. ഈ കാണുന്ന ഇതിൻ്റെ പാർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ നിന്ന് വ്യൂ പോയിൻറ്റും കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് സമയം ചെലവിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ വഴി ഇങ്ങനെ വന്നു, തിരിച്ചു പോവാണ്. ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ലൊരു സൗകര്യമാണ്. ഞങ്ങളിങ്ങനെ പോവാണ്. എന്ന ചോദ്യം. അപ്പം ബാറ്റം കൈമാറി, താക്കോല് കിട്ടി, ഡ്യൂട്ടി ചേഞ്ച് ചെയ്തു. അപ്പം ഇനി ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ പോകണം. റോഡ് ക്രോസ് ചെയ്ത്, സൂക്ഷിച്ച് ക്രോസ് ചെയ്തില്ലെങ്കിൽ ഇമാര് നമ്മുടെ നെഞ്ചത്തൂടെ കയറ്റി. VRL ലോജിസ്റ്റിക് ഒരു ഭയങ്കര വലിയ ലോജിസ്റ്റിക് കമ്പനിയാണ് കേട്ടോ. ഒരു 6000 വണ്ടി അടുത്ത് പുറക്കുന്നുണ്ട്. എന്താ ഇത്, നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. മാംഗ്ലൂരു, ശിവമോഗ, ചിത്രദുർഗ എല്ലാം ഈ വഴി തന്നെയാണ് പോകുന്നത്. ശിവമോഗ നമ്മൾ പോകുന്ന വഴിക്കാട്ടോ. ബാംഗ്ലൂര് തിരിഞ്ഞു പോകണം. ഞാൻ ഒരു തവണ വഴി തെറ്റി പോയതാടാ. ചിത്രദുർഗയെന്ന് വന്നിട്ടേ ബാംഗ്ലൂരും രണ്ടാണല്ലോ. എൻ്റെ മൈൻഡ് രണ്ടും ഒന്നായിരുന്നു. ഞാൻ മാംഗ്ലൂരെന്നുള്ളത് ബാംഗ്ലൂരിന് തിരിഞ്ഞു, റൈറ്റ് തിരിഞ്ഞു, ലെഫ്റ്റായിരുന്നു തിരിയേണ്ടത്. പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ അടുത്ത് യൂ ടേൺ അടിച്ചാൽ അധികം ദൂരം പോയില്ല. പോയപ്പോഴേ എനിക്ക് മനസ്സിലായി വഴി തെറ്റിയെന്ന്. അന്നേരം പിന്നെ തിരിഞ്ഞ് പോന്നു. വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. നൈറ്റ് സമയമാണ്, ന്യായം വണ്ടികളുണ്ട് ഈ സമയത്ത്. പരമാവധി എല്ലാവരും ഓടിപ്പിടിക്കാനാണ് നോക്കുന്നത്. ഇനിയിപ്പം മഴയൊക്കെ അല്ലേ. മഹാരാഷ്ട്ര വണ്ടിയാണ്, അതിൻ്റെ സൗണ്ടാണ്. വണ്ടിക്കകത്തോട്ട് കയറി കയറാടാ. തുറന്നിട്ടുണ്ട്, അടച്ചു. ലൈറ്റ് ഇടട്ടെ. ചുമയും ജലദോഷമൊക്കെ പിടിച്ചു, ഒരു രക്ഷയില്ല. തൊണ്ടയൊക്കെ വേദനയൊക്കെ ഭയങ്കരമായിട്ട്. അപ്പം ഞങ്ങളിനി മുന്നോട്ട് പോവാണ്. ഇനിയിപ്പോൾ ഉള്ള കുറച്ച് ഭാഗങ്ങൾ എടുക്കുന്നില്ല. ഇനി ഇടയ്ക്ക് രാത്രി വിഷ്വൽസൊക്കെ കിട്ടുന്ന നല്ലത് തോന്നുവാണെങ്കിൽ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഒരു മുസ്ലിങ്ങളുടെ ധാബയുണ്ട്, നോൺ വെജ് ഫുഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ ധാബയിൽ ഫുഡ് കഴിച്ച് ഇനി മുന്നോട്ട് സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെയാണ് സെറ്റപ്പ് ധാബയിൽ. നമുക്കിവിടെ ഇരിക്കുക, കഴിക്കുക, അതാണ് അതിൻ്റെ രീതി. അപ്പം നമ്മൾ
ചാരി ഇന്നുണ്ടോ വെള്ളമുണ്ട്. കണ്ടു കഴിക്കാൻ എന്താ കഴിക്കേണ്ടതെന്ന് മാത്രമേ ഇനി തീരുമാനിക്കേണ്ടതുള്ളൂ. സെറ്റപ്പുകൾ എന്തൊക്കെയാണ് ഫുഡ് കൊണ്ടുവന്നിട്ട് കാണാം. അപ്പോൾ അനീഷ് ഇതെവിടെ ഇരുന്നു കണ്ടോ, എന്ത് രസമാണെന്നറിയാം. ഇരുന്ന് നല്ല സുഖമായിട്ട് കിടന്ന് കഴിക്കും. അതെ, കിടന്ന് വേണം കഴിയാം. ഈ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് റഷ് എടുക്കണേലും അവിടെ ഇവിടെ ഇരുന്ന് ഇതങ്ങ് എടുത്ത് നടുക്കത്തെ ഇതങ്ങ് മാറ്റുന്നു, നമുക്ക് ഇവിടെ കിടക്കാം സുഖമായിട്ട് കേട്ടോ. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന മട്ടനാണ്. മട്ടനും ചപ്പാത്തി, അപ്പോൾ അതാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. കാണിച്ചതേ കഴിക്കും തോറും സാധനം വന്നുകൊണ്ടേയിരിക്കും, ആണ് പ്രത്യേകത. അപ്പം ശരി, ഏതായാലും എടുക്കട്ടെ. അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന റൊട്ടിയാണ്, റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുന്നു. ഫ്രഷായിട്ട് ചുട്ടപ്പ തരും നമുക്ക്. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. നല്ല നമുക്ക് ഏതൊരു സാധനവും ഫ്രഷ് ചൂടോട് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റും തണുത്ത് മരച്ചിരിക്കുന്ന കഴിക്കുന്ന ടേസ്റ്റും തമ്മിൽ വ്യത്യാസമില്ല. ഇതെല്ലാം അപ്പം ഉണ്ടാക്കി അന്നേരം നമുക്ക് തരുന്നതാണ്. അതാണ് അതിൻ്റെ ലൈവാണ്. അപ്പോൾ ഏതായാലും കഴിക്കട്ടെ. ഇത് ഇങ്ങനെയാണ് കണ്ടോ, ചപ്പാത്തി നല്ല സൂപ്പർ, നല്ല കൃമതാന്നിരിക്കുന്ന സാധനം. നല്ല സൂപ്പർ മട്ടൻ കറി എടുക്കുക. നല്ല മട്ടൻ കറി കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സൈഡ് ഡിഷ് എല്ലാം ഉണ്ട്. എരിവുണ്ട്. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കഴിച്ച് നോക്കണം. സാധനം നമ്മുടെ നാട്ടിൽ കിട്ടിയില്ല ഇത്രയും ടേസ്റ്റിൽ മട്ടൻ കറി. എരിവുമുണ്ട്. എങ്ങനെ ഉണ്ടാ പടക്കനല്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടും ഇത്ര മുങ്ങി. കാരണം ഇത് നമ്മുടെ നാട്ടിൽ വെച്ച മലയാളികളെ വെച്ചാണോ സംശയം തോന്നുന്നത്. അതുപോലെ അല്ലേ, അതേ ചേരുവകളും എല്ലാം ഉണ്ട്. ഏതായാലും കഴിച്ചിട്ട് കാണാം കേട്ടോ, ആസ്വദിച്ചൊന്ന് കഴിക്കാം. അപ്പം ഞങ്ങൾ കഴിച്ചങ്ങ് ഇറങ്ങി അല്ലേ, കഴിച്ചിറങ്ങി ഇതാടാ ഇവിടുന്ന് കഴിച്ചിറങ്ങി പോയിട്ടുണ്ട്. പൂവ് ഏകദേശം മട്ടനും എല്ലാം കൂടെ കഴിച്ച് 260 രൂപയാകുമ്പോൾ 6 റൊട്ടിയും കഴിച്ചു. 6 റൊട്ടി ഒരു മട്ടനും കഴിച്ചു ഞങ്ങൾ. അപ്പോൾ ഇനി റൊട്ടി തരാൻ തയ്യാറാണ്, കറിയും തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ വയറ്റിൽ കൊള്ളൂല്ലല്ലോ, രാത്രി വണ്ടി ഓടിക്കേണ്ടതല്ലേ. അപ്പം നമ്മൾ ഓവർ ഫുഡ് കഴിക്കാനും പറ്റിയല്ല, ഉറക്കം വരും. എന്നാലും അല്ലേ കുഴപ്പമില്ലായിരുന്നല്ലോടാ, നല്ല കറിയല്ലായിരുന്നോ? കറി എങ്ങനെ ഉണ്ടായിരുന്നു? മട്ടനും റൊട്ടിയും, തന്തൂരി റൊട്ടി എവിടെ കിട്ടും? 130 രൂപയ്ക്ക് എവിടെ കിട്ടും? മട്ടനും ഒരാൾക്ക് 130 രൂപ വെച്ചാ കേട്ടോ. അപ്പം 130 രൂപയ്ക്ക് എവിടെയും റൊട്ടിയും മട്ടനും കിട്ടുമെങ്കിൽ ഒന്ന് പറയണോ? അത് ഒരു ഫുൾ പ്ലേറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ചെറിയ ഈ ബൗളല്ല, വലിയ പ്ലേറ്റാണ്. നമ്മുടെ നാട്ടിൽ ഫുൾ കറി കിട്ടുന്ന, ഫുൾ കറിക്കും കിട്ടുന്ന ചെറിയ പ്ലേറ്റാ. ഇത്രയും കറി മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ നമ്മുടെ നാട്ടിൽ ചായക്കടകളിലൊക്കെ ദോശയൊക്കെ കൊണ്ടുവന്നിരുന്ന പ്ലേറ്റ് ഇല്ലേ തട്ടുകടയില്, അത് അത്രയും പ്ലേറ്റിലാണ് കറി കൊണ്ടുവന്നിരുന്നത്. പുള്ളി ഇനിയും തരാൻ തയ്യാറാ. നമുക്ക് വേണ്ടാത്തതിന്റെ കുഴപ്പമാണ്, നമുക്ക് കഴിക്കാൻ പറ്റണ്ടേ. വയറ് ഒരു പരിധിയില്ല കഴിക്കുന്നതിന്. ഇന്ന് നമ്മൾ കയറിയ 2 കട. അതിന് മുമ്പ് ഒരു കടയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി. ആദ്യമായിട്ട് മനസ്സ് നിറഞ്ഞ് ഫുഡ് കഴിക്കുന്നത് അല്ലേ, നമ്മൾ ഈ ട്രിപ്പിൽ മനസ്സ് നിറഞ്ഞ് ഫുഡ് കഴിക്കുന്നത്, തൃപ്തിയോടുകൂടി ഇറങ്ങിപ്പോരുന്നൊരു. പക്ഷെ കട കണ്ടു കഴിഞ്ഞാൽ 10 പൈസക്ക് കൊള്ളൂല, പുറമേ നോക്കിയാൽ 10 പൈസക്ക് കൊള്ളൂല. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ നീറ്റായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം.
കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇന്ന് 2 കടയിലും വലിയ കുഴപ്പമില്ലായിരുന്നു. മനസ്സ് നിറഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. സന്തോഷത്തോടെ കൂടി ഇനിയിപ്പോൾ യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ ചിത്രദുർഗം എത്താൻ ഏകദേശം 100 കിലോമീറ്റർ വെച്ചുണ്ട്. 100 കിലോമീറ്റർ ഉണ്ട്. ചിത്രദുർഗയിൽ നിന്ന് ബാംഗ്ലൂർ എത്താൻ ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. പിന്നെ 500 കിലോമീറ്റർ എടുത്തുണ്ട്. അല്ല, നീ അടിച്ചു വയ്ക്കും. ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. അത്രയും കിലോമീറ്റർ ഇന്ന് ഓടിച്ചു ചേർക്കും എന്നാ കാണിച്ചാലും. നാളെ രാവിലെ വെളുപ്പിനെ വരെ ഓടിയാലേ, വെളുപ്പിനെ ഓടിച്ച നാളെ നമുക്ക് കർണാടക ബോർഡർ പാസ് ചെയ്യണം. വെളുപ്പിനെ പാസ് ചെയ്ത് ബാംഗ്ലൂർ രാവിലെ പാസ് ചെയ്യണം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഉച്ചയാകുമ്പോഴത്തേനും നമുക്ക് അവിടെ തിരുപ്പൂർ ചെല്ലാൻ പറ്റണം. ഉച്ചയാകുമ്പോൾ ചെല്ലിയല്ല, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനേ ചെല്ലുള്ളൂ. അപ്പം ശരി, ഞങ്ങൾ ഇത് വണ്ടിക്ക് എയറില്ല. അതാണ് ഇത് കണ്ടോ, എയർ ഇറങ്ങിപ്പോയി. അപ്പം ഇനിയിപ്പം എയർ അങ്ങനെ നിൽക്കുന്നു. ശരി, അനീഷ് അവിടെ ഇരിക്കുന്നു, കഴിച്ചു സ്വസ്ഥമായിട്ട്. ഇനി ഞങ്ങൾ പോവാണ് പതുക്കെ. അല്ല അനീഷേ, ഞങ്ങൾ പതുക്കെ പോവാണ്. ശരി, അടുത്ത എന്തെങ്കിലുമൊക്കെ നല്ല ഇതുപോലെ കഴിച്ച് കാണാം. നമ്മൾ വരുന്നതായിരിക്കും അല്ലേ? ഓക്കെ, ശരി എന്നാൽ ബൈ. ഹായ് ഗൈസ്, നമ്മളങ്ങനെ സേലമെത്തി. നല്ല ഉറക്കമായിരുന്നു, രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. നമുക്ക് ഉറങ്ങിയപ്പോൾ എണീറ്റതേ ഉള്ളൂ. സേലമെത്തി നമ്മളിപ്പോൾ ഓടിങ്ങ് പോകുന്നു. അപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. എനിക്ക് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത്. സേലം ടൗണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-60 കിലോമീറ്ററും കൂടെ ഉണ്ടാവും പോകാൻ. നമ്മളിപ്പം കോയമ്പത്തൂരിൻ്റെ തിരിയാൻ പോവാം. നേരെ ചെന്നൈ. അവിടുന്ന് ലെഫ്റ്റാണ്. സേലം ടൗൺ പാലം, സേലത്തെ ബ്രിഡ്ജ് പാലം കയറി ഇറങ്ങി ലെഫ്റ്റ് നേരെ പോയ ചെന്നൈ മധുര അങ്ങനെ പോവും. ഇതാ ഈറോഡ് കോയമ്പത്തൂർ പോകാനിങ്ങാട്ട് ലെഫ്റ്റ് കയറി വരണം.
നിലമ്പൂർ ഹൈവേയിലേക്ക് കയറി നമ്മൾ. ഇവിടെ നിന്ന് ഒരു 10-60 കിലോമീറ്റർ മിച്ചമുണ്ട്. നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മുന്നിൽ ഒരു പോലീസ് മാമൻ പോകുന്നുണ്ട്. പത്രമൊക്കെ വായിച്ചാ പോകുന്നത്. ബ്രേക്ക് ഔട്ടി കഴിഞ്ഞാൽ നീ വണ്ടി മുന്നോട്ട് പോവുകയല്ല. അവൻ പൊക്കോളും കയറി കാല് കൊടുത്ത്. ഈ ട്രാക്ക് പിടിച്ചു പോടാ. നീ എന്തിനാ ഇടത്തോട്ട് തിരിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് അമ്മമാര് നിനക്ക് വെച്ച് തരുന്നേ. നീ ആ വര കീപ്പ് ചെയ്തങ്ങ് പോവും. അമ്മാരുമ്മ വെച്ച് തരും ഇങ്ങനെ നീ മാറുന്നതിനനുസരിച്ച്. അപ്പം ഞങ്ങൾ വിജയമംഗലം ടോൾ പാസ് എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് പേരമല്ല ഒരു 30 കിലോമീറ്റർ കാണുമായിരിക്കണം ഇനി കമ്പനിയിലേക്ക്. വിജയമംഗലമായി. അപ്പോൾ ഇവിടുന്ന് നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വയ്യ, ഓർക്ക ക്ഷീണമുണ്ട്. ഒരു രക്ഷയില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. നല്ല വെയിലാണ്. ഇതിനൊത്ത നല്ല ചൂടുമുണ്ട്. റോഡിനെല്ലാം വീതി കൂട്ടാൻ വേണ്ടി പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ കൂടെ 2 സൈഡിലും നല്ലോണം വീതി കൂട്ടി പണിയാനുള്ള സൈഡ് സ്ഥലമെല്ലാം റെഡിയായിക്കൊണ്ട്.
നമ്മളത് കമ്പനിയിലേക്ക് എത്തി. കമ്പനിയുടെ ഫ്രണ്ട് ഭാഗമാണ് ഇത് കയറി ചെല്ലുന്നത്. ആ കാണുന്നതാണ് കമ്പനി. നമ്മൾ കമ്പനിയിലേക്ക് എത്തി. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മരത്തിൻ്റെ അങ്ങോട്ട് ഇവിടെയോട്ട് പാർക്ക് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് എത്തിയിട്ടാണ് കാണിച്ചു നോക്കണോ? വേണ്ട, അതിനെ കാണിക്കും. അവർ പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് അവർ വിളിക്കുമ്പോൾ അങ്ങ് പോയാൽ വെയിൽ കൊണ്ട് അവിടെ കിടക്കേണ്ടി വരും. അങ്ങോട്ട് സൈഡിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടിയെല്ലാം കിടക്കുകയാണ്. ഓട്ടോ ഇല്ല കേട്ടോ. ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് വണ്ടിയെല്ലാം കിടക്കുകയാണ്. കാണലൊന്നുമില്ല. ഇതിങ്ങനെ അങ്ങോട്ടിടും, ഇങ്ങനെ അങ്ങോട്ട് ആ ഗ്യാപ്പിൽ പറ്റുമോ? ഇല്ല, അതിൻ്റെ അവിടെ കൊണ്ടിടും. അങ്ങ് പിടിച്ചിട്ട് അങ്ങോട്ട് കയറ്റും. പോട്ടെ, റിവേഴ്സിടാം. അങ്ങോട്ട് റിവേഴ്സിടാം. വഴി കാണും. അതല്ല, ഇവിടോട്ട് ചേർത്തിട്ടാൽ മതി. പോട്ടെ, റിവേഴ്സ് പോട്ടെ. പോട്ടെ, റിവേഴ്സ് പോട്ടെ. അങ്ങോട്ട് നേരെ പുറകോട്ട്. മുഴുവൻ വണ്ടി കിടക്കുവാണ്. ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങൾ കമ്പനിക്കകത്തെത്തി. ബില്ല് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ബില്ല് കൊടുക്കാൻ നേരം ഇവിടെ ആളില്ല. ഇന്ന് ഞായറാഴ്ചയല്ലേ. ഇതാണ് കമ്പനി. ഉണ്ടോ, എൻ്റെ പുറകിൽ കാണുന്ന ഗോഡൗണാണ്. ഇത് ഉണ്ടോ, ഇത് പെട്രോൾ ഡീസൽ അടിക്കാനുള്ള വണ്ടി, ഡീസൽ വണ്ടി. ഇത് സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഒന്നും ഇറക്കിയിട്ടില്ല, ഇങ്ങനെ കിടക്കണം. ഇതുണ്ട്, ഇങ്ങനെ പോവും. നീഷും ഞാനും കൂടെ ഇങ്ങനെ വന്ന ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ബാക്കി വണ്ടിയെല്ലാം ഓട്ടത്തിലാണ് കേട്ടോ. കുറച്ച് വണ്ടിയും കൊണ്ട് ഇവിടെ കിടപ്പുണ്ട്. കുറച്ചല്ല, അത്യാവശ്യം വണ്ടി കിടപ്പുണ്ട്. ഉണ്ട്, എല്ലാം വണ്ടിയാണ്. ഇത് ടൈലർ. ഇതിനെങ്കിൽ സോപ്പ് വേണ്ടേ? മേടിക്കാൻ. ഇത് ടൈലറിൻ്റെ തലയാണ് കിടക്കണം. ഇത് വേറൊരു ടൈലർ. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. പിന്നെ ആർക്കും ഓട്ടോ ഇല്ല, ഓട്ടം കുറവാണ്. ലോഡും കുറവാണ്. ലോഡ് അവിടെ ഇരുന്നും ഇല്ല ഇരിപ്പ്. ഇത് വർക്ക്ഷോപ്പാട്ടോ. ഇതിൻ്റെ ഈ ചുറ്റുവട്ടം മുഴുവൻ ഇങ്ങനെ പ്ലെയിൻ ലാൻഡാണ്. തെങ്ങും അങ്ങനെ ഇതൊക്കെ. ഇഷ്ടംപോലെ മയിലുണ്ട്. ഇഷ്ടംപോലെ മയിലാണ്. ഇവിടെ എവിടെയെങ്കിലും കാണും. വിളിച്ചു കേട്ടോ. വിളിച്ചോ? അറിയിപ്പിച്ചിട്ടെങ്കിൽ
ഇതൊന്നും അറിയത്തില്ല. കറിക്കാരി ആരെയാ പശുപതീനോ അതോ വെങ്കടീനോ? ഭൂപതിയല്ലേ? ഭൂപതീനെയോ? അല്ല, ബുക്കിങ്ങിൻ്റെ ഭൂപതിയല്ലേ? ആണ് വർക്ക്ഷോപ്പ് കിടക്കുന്നത്. വർക്ക്ഷോപ്പിൽ 8-10 വണ്ടി കിടപ്പുണ്ട്. അതൊന്നും കൂടെ വന്ന് 14 വില 10 വണ്ടിയാ. ഇവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്. അത് കിടക്കും. അവിടെ ഒരു വില്ലീസ് കിടപ്പുണ്ട് 1986 മോഡല്. ഇല്ല അവിടെ കിടപ്പുണ്ട്. കൊടുക്കാൻ കിടക്കുന്ന കേട്ടോ. ഒരു വില്ലീസ് കൊടുക്കാനുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി, പഴയ മദ്രാസ് രജിസ്ട്രേഷൻ. 86 മോഡല്. 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 7 മോഡല്. പണിയെല്ലാം തീർന്ന് പക്കായിട്ട് കിടക്കുന്ന വണ്ടി കേട്ടോ. നല്ല സൂപ്പർ ടയറും എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാതെ. ആർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അറേഞ്ച് ചെയ്ത് തരാം. എൻ്റെ വണ്ടി കിടക്കുന്നത് എല്ലാം വണ്ടി കിടപ്പുണ്ട്. നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത് 3ാമത്തെ. അതിൻ്റെ അപ്പുറത്തും വേറൊരു വണ്ടിയുണ്ട്. ഇതെല്ലാം ഡ്രൈവർമാരായിരിക്കുന്നത് കേട്ടോ. അവിടെ എല്ലാം ഇരിപ്പുണ്ട്. ചീട്ടുകളി അതൊക്കെയാണ് പരിപാടി. എല്ലാവരും കിടന്ന് അതുണ്ടല്ലേ, എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. നമ്മളങ്ങനെ പൊക്കോ. ഞാനും അന്വേഷിച്ചു ഇപ്പോൾ വണ്ടിയിൽ പോയി കുറച്ച് നേരം കയറി കിടന്ന് ഉറങ്ങണം. ഒട്ടും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ക്ഷീണത്തിലാണ്. നമ്മുടെ വണ്ടി കുറച്ച് നേരം കിടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഉറങ്ങാൻ പറ്റിയാൽ ഉറങ്ങാം. അപ്പോൾ ശരി, ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആ വില്ലീസിൻ്റെ വീഡിയോ കൂടെ എടുത്ത് ആഡ് ചെയ്യാം ഇതിന് കൂടെ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ശരി. അവിടെ നിർത്തണം. നല്ല സൂപ്പർ ഒരു മയിലാണ്. നമ്മുടെ സൗണ്ട് കേൾക്കാമെന്ന് തോന്നുന്നു. കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് വെച്ച് ഇവിടെ കഴിക്കണം. ഇന്ന് ലോഡ് ഇറക്കിയില്ല, ഞായറാഴ്ചയല്ലേ. അപ്പോൾ ലോഡൊന്നും ഇറക്കിയില്ല. അപ്പോൾ ഫുഡ് വെക്കുന്നു. ചിക്കൻ കറിയാണ്. അപ്പോൾ അത് വെച്ച് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചോറ് റെഡിയായി, ചിക്കൻ കറിയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ. അപ്പം സത്യം പറഞ്ഞാൽ രാവിലെ വന്നപ്പോൾ മടുത്തു പോയി. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ അധികം എടുക്കാൻ. കാരണം ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. വന്ന് പിന്നെ കിടന്ന് ഇച്ചിരി നേരം ഉറങ്ങി. പിന്നെ ഇപ്പോഴാണ് പോയി സാധനം എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഫുഡ് വെച്ച്. ഇപ്പോൾ കഴിക്കണം. കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാണ്ട്, കുളിക്കണം, കുറച്ച് പരിപാടിയുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അങ്ങ് പോകും. പതുക്കെ പോവല്ലേ, കിടന്നുറങ്ങും. വയ്യ, ഭയങ്കരമായിട്ടും ടയേർഡായി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി കഴിക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. ഉള്ള ഇടയിലാണ് കേട്ടോ. ഒന്നും തോന്നരുത്, ലൈറ്റ് ഇട്ടില്ല. ഉണ്ടാ ഓക്കെ. ചിക്കനും ചോറും കേട്ടോ. കറി എടുക്കുന്നു. കറി എടുക്കാം. വേറെ കറിയൊന്നും വെച്ചില്ല, ഞങ്ങളിത് മാത്രമേ ഉള്ളൂ. കാരണം ഒത്തിരി കറിയൊക്കെ വെച്ചിട്ട് അല്ലേ, വെറുതെ കളയേണ്ട കാര്യമില്ല. ഇന്നലെയും ചോറ് വേസ്റ്റായിരുന്നു. ചോറ് ഞങ്ങൾ കളയേണ്ട വന്നു. കാരണം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേനെ കറി ഇല്ലാതായി. കറി തീർന്നു പോയായിരുന്നു. പിന്നെ വെക്കാൻ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കറി വെച്ചില്ല. അപ്പോൾ ചോറ് വെച്ചത് മീതി. അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരം ചോറ് കഴിച്ചില്ലല്ലോ. ഇന്നലെ നമ്മൾ അവിടുന്ന് ചപ്പാത്തി കഴിക്കുന്ന വീഡിയോയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പിന്നെ ചോറൊന്നും വെച്ചില്ല. അപ്പോൾ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ചോറ് കേടായി. അപ്പോൾ പിന്നെ ആ ചോറ് കളയേണ്ടി വന്നു. അത്രയും ചോറ് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ചോറും കുറച്ചാണ് വെച്ചേ. വേറെ കറി, എക്സ്ട്രാ കറിയൊന്നുമില്ല. ഈ കറി ഇച്ചിരി ചാറ് കൂട്ടി കറി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നും വൈകുന്നേരത്തേന് നാളെ രാവിലത്തേനും ഉള്ളതുകൊണ്ട് അപ്പോൾ ആ രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങളേതായാലും കഴിക്കാൻ പോവാണ്. ഉപ്പ് പാത്രം അവിടെ ഇരിപ്പുണ്ടോ മോനെ? ഉപ്പൊക്കെ ഇട്ട് ചോറ് കഴിച്ച്
ഇത് കഴിഞ്ഞ് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. അലക്കിയിട്ട് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങണം. കാരണം ഇന്നിനിപ്പോൾ ഏതായാലും ലോഡ് ഇറക്കില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവർക്ക് ഭ്രാന്ത് കയറുമ്പോൾ രാത്രി വന്ന് ഇറക്കും. ഭായിമാരാ അവരിറക്കിയാൽ വൈകുന്നേരം ഇറക്കും. നാളെ ഇപ്പോൾ വണ്ടി സർവീസിന് കൊണ്ടുപോകണം. ഭാരത് ബെൻസിൻ്റെ കമ്പനി ഓഫീസ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇന്ന് തന്നെ ഇറക്കുമായിരിക്കും. ഇന്ന് ഇറക്കിയില്ലെങ്കിൽ പെട്ടു. നാളെ വൈകുന്നേരം ഇറക്കുള്ളൂ. പിന്നെ ഇറക്കിയിട്ട് ശേഷം മാത്രമേ സർവീസ് സെൻറ്ററിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നാളെ കഴിഞ്ഞാവും. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി എല്ലാം നാളെ അറിയത്തുള്ളൂ. ഇന്ന് വൈകുന്നേരം വിളിക്കുമായിരിക്കും. ഞങ്ങളിവിടെ വന്നെന്നുള്ളതൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ശരി, അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.